ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്ക കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന്റെ ചെന്നൈയിലെ വസതിയിൽ വിശ്രമത്തിലാണല്ലോ. ഏകദേശം 3 മാസത്തോളമായിട്ട് മമ്മൂക്കയെ കുറിച്ച് കൂടുതൽ ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വരുന്നില്ല എങ്കിൽ പോലും മമ്മൂക്കയ്ക്ക് ആരോഗ്യപരമായി ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഇതിനോടകം തന്നെ നാം എല്ലാം തന്നെ പല വാർത്തകളിലൂടെ അറിഞ്ഞതാണ്. ഇപ്പോഴത്തെ മമ്മൂക്കയുടെ ആരോഗ്യം സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് മമ്മൂക്കയുടെ സുഹൃത്തും അതോടൊപ്പം തന്നെ കൈരളി ടിവിയുമായി ബന്ധപ്പെട്ട ജോൺ ബ്രിട്ടാസ് പുറത്തുവിടുമ്പോൾ മമ്മൂക്കയുടെ ആരോഗ്യം ഇപ്പോൾ ഓക്കെ ആണ് എന്നും അദ്ദേഹം ട്രീറ്റ്മെന്റിലാണ് എന്നാണ് ഇതിനോടകം തന്നെ ജോൺ ബ്രിട്ടാസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട് എന്ന് കൂടി ജോൺ ബ്രിട്ടാസ് പറയുന്നു. അപ്പോൾ മമ്മൂക്ക എത്രയും വേഗം ആരോഗ്യം തിരിച്ചെടുത്ത് വീണ്ടും കേരളത്തിലേക്ക് എത്തട്ടെ, സിനിമകൾ ചെയ്യട്ടെ, സിനിമയിൽ ആക്റ്റീവ് ആകട്ടെ എന്ന് ആശംസിക്കാം. തമിഴിലെ വലിയ സൂപ്പർ സ്റ്റാർ ആണല്ലോ രജനികാന്ത്. ഇപ്പോഴത്തെ അത് വീണ്ടും തെളിയിക്കുകയാണ് കൂലി എന്ന സിനിമയുടെ പ്രീ റിലീസ് ബിസിനസ്സിലൂടെ. ലോകേഷിന്റെ സംവിധാനത്തിൽ രജനികാന്ത് നായകനെത്തുന്ന വലിയ സിനിമ കൂടിയായ കൂലി ഓഗസ്റ്റ് മാസം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ഓവർസീസ് റൈറ്റ്സിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ 81 കോടി രൂപയ്ക്ക് സിനിമയുടെ ഓവർസീസ് വിൽപ്പന നടക്കാൻ സാധ്യതയുണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. വൻ തുകയ്ക്ക്, ഒരു തമിഴ് സിനിമയുടെ റെക്കോർഡ് തുകയ്ക്കാണ് സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് ഇപ്പോഴത്തെ വിറ്റഴിക്കാനായിട്ടിരിക്കുന്നത്. വിദേശത്ത് മാത്രമല്ല, ഇങ്ങ് കേരളത്തിൽ പോലും സിനിമയുടെ ബിസിനസ് ഇതിനോടകം തന്നെ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 20 കോടിക്ക് അടുത്ത രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് ഇതിനോടകം തന്നെ സിനിമയുടെ നിർമ്മാതാക്കൾ കേരളത്തിലെ വിതരണക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് തളപതി വിജയ് ചിത്രങ്ങളുടെ കേരള റൈറ്റ്സിനേക്കാൾ കൂടുതലാണ് എന്നർത്ഥം. വിജയ് സിനിമകളിൽ ലിയോ 16 കോടി രൂപയ്ക്കും ഗോട്ട് 17 കോടി രൂപയ്ക്കായിരുന്നു കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അതിനേക്കാൾ കൂടുതൽ തുകയ്ക്ക് രജനികാന്ത് സിനിമ ഇനി കേരളത്തിലേക്ക് ആരെങ്കിലും എടുക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ഗോകുല മൂവീസ് എടുക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതൽ. 20 കോടിക്ക് മുകളിലെ ഷെയർ കളക്ഷൻ രജനികാന്തിന് ട്രെയിലറിലൂടെ ലഭ്യമായിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ പേരിലെ കൂലി എന്ന സിനിമ വലിയ തുകയ്ക്ക് വിറ്റഴിക്കുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കാം കൂലിയുടെ കേരള റൈറ്റ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്ക്.